ഇന്ന് രാവിലെ തന്നെ ഏട്ടനും മോളും കൂടി സപ്പോർട്ടയുടെ തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നടുമായിരുന്നു. ഇങ്ങനെ നടുന്ന പരിപാടികളൊക്കെ മോളെ കൊണ്ട് അധികം ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അവൾക്ക് ഇത് കണ്ടു വളരാലോ. വീട്ടിലിപ്പോൾ അധികം ഫ്രൂട്ട്സിൻ്റെ തൈകളാണ് കേട്ടോ വാങ്ങുന്നത്. ചിലത് ഉണ്ടാവും, ചിലത് ഉണ്ടാവില്ല. അപ്പം മാംഗോസ്റ്റിൻ്റെ 5 തൈകളോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 നമുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മുടെ വീട്ടിൽ മുരിങ്ങയില കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലർ പറയും കർക്കിടക മാസത്തിൽ മുരിങ്ങ വെക്കാറില്ല എന്നുള്ളത്. നമ്മുടെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ ഫോണിലൊക്കെയാണ് കാണുമ്പോഴാണ് എനിക്ക് അറിയുന്നത് ചിലർ വെക്കില്ല എന്നുള്ളത്. നമ്മുടെ ഇവിടെ കർക്കിടക മാസത്തിലൊക്കെ മുരിങ്ങയിലൊക്കെ വെക്കാറുണ്ട്. ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് മുരിങ്ങയില ചേർത്ത് കൊടുക്കുക. മുരിങ്ങയില ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുകും അതുപോലെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് വറുത്തിടുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ എനിക്കിത് തേങ്ങ അരച്ചിട്ട് വെക്കുന്നതായിട്ട് ഇഷ്ടം. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ തേങ്ങ അരയ്ക്കാതെ ഇഷ്ടം. പിന്നെ ഇവിടെ കൊത്തമര ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലത്തെ ഉപ്പേരി റെഡിയാക്കി. പിന്നെ ഞാനും മോളും കൂടി കഴിക്കാനൊക്കെ ഇരുന്നു. കഴിക്കാനിരുന്ന് അവളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിലൊരു ചെറിയൊരു അടിയൊക്കെ പതിവുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് മുരിങ്ങക്കറി വെക്കാറ്? തേങ്ങ അരച്ചിട്ടാണ് ഇഷ്ടം? അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.